100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. 100 കോർ കളക്ഷൻ വേൾഡ് വൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ കേരളത്തിലെ കളക്ഷൻ അല്ല ചേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയല്ല, എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യം. ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയിടുന്ന എഫേർട്ട് അത്രയാണ്. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് മാർക്കോ പോലൊരു സിനിമ ഉണ്ണിക്ക് ടൈലർ മെയ്ഡ് ആയിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമ ഒരു 100 കോടി ക്ലബിലും കേറിയിട്ടില്ല. ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ അടിച്ചിറക്കിയിരിക്കുന്ന ഒരു വാർത്തയാണത്. ഇങ്ങനെയുള്ള ചില ഡയലോഗുകളും പറഞ്ഞുകൊണ്ട് സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ചില ചേട്ടന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അദ്ദേഹത്തിനോട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നും. അത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അങ്ങ് പറഞ്ഞു തീർത്തേക്കുക. പിന്നെ ഇന്നലെ ഒന്ന് ട്രിം ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണ്. ഇതിന്റെ പേരിൽ ആരും തെറി പറഞ്ഞുകൊണ്ട് വരരുത്, ക്ഷമിക്കുക. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് MA നിഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, സംവിധായകനാണ്, പിന്നെ കഥയൊക്കെ എഴുതുന്ന ഒരു ടീമാണ്. നമുക്ക് എന്തായാലും വിക്കിപീഡിയയിൽ പോയി ആദ്യമേ ഈ MA നിഷാദിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ നോക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. MA നിഷാദ് കൊല്ലത്താണ് ജനനം. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഫിലിമോഗ്രഫി 1997 അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 99 ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പടം. പിന്നെ തില്ലാന തില്ലാന, പകൽ, നഗരം, ആയുധം, വൈരം, ബെസ്റ്റ് ഓഫ് ലക്ക്, കെനി, നമ്പർ 16, മധുര ബസ്, തെളിവ്. പിന്നെ 2024 ഒരു അന്വേഷണത്തിന്റെ തുടക്കം. ഏത് സിനിമയാണ് ഇതൊക്കെ? പിന്നെ ഇയാൾ അഭിനയിച്ചിട്ടുണ്ടോ? ഓക്കെ അഭിനയിച്ചിരിക്കുന്നത് ഷീ ടാക്സി, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മുഖം, വാക്ക്, ലെസൺസ്, ഇതൊക്കെ ഏത് പടം? ടൂമെന്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പടമൊക്കെ? എനിക്കാകെ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പടം, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫിലിമോഗ്രഫി കിടക്കുന്ന ഒരൊറ്റ പടം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ 1 കോടി വേണ്ട, ഒരു 50 ലക്ഷമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതും പോട്ടെ ചേട്ടാ, തിയേറ്റർ കണ്ടിട്ടുണ്ടോ ഈ സിനിമയൊക്കെ? എനിക്കതാ ചോദിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഈഗോ ഒന്നും ചേട്ടന് തീരെ ഇല്ല. ഇതിന്റെ ഈഗോയുടെ ഒന്നും പുറത്തല്ല ചേട്ടൻ വന്നിട്ട് ഉണ്ണി മുകുന്ദന്റെ നെഞ്ചത്തോട്ട് കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ നെഞ്ചത്തോട്ട് കയറിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളൊന്ന് കേൾക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്. പിന്നെ അതാണ് സിനിമ എങ്കിൽ ആ സിനിമ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഞാൻ ഏതൊരു സിനിമ ചെയ്തില്ല, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വെച്ചു. അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല. എനിക്ക് അതിന് കഴിവില്ല. എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ലാത്തോണ്ടാട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങേര് തന്നെ പറയുന്നത് കഴിവില്ലാതെ. അതുകൊണ്ട് ഇനി എന്ത് പറയാനാ ഇങ്ങേരെ ഞാൻ? ചേട്ടാ, കഞ്ചാവിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ വയലൻസ് വെച്ചിട്ടോ അതൊന്നും അല്ല. ചേട്ടന് സിനിമ ചെയ്യാൻ കഴിവുണ്ട് കേട്ടാ. കാശുള്ളതുകൊണ്ട് ചേട്ടന് കഴിവെന്നല്ല, സിനിമ ചെയ്യാനുള്ള ഒരു കോണ്ടാക്ട് താങ്കൾക്കുണ്ട്. പക്ഷെ കഴിവുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. നിങ്ങളുടെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത് തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. ഈ 2024 ഇറങ്ങിയ പടം പോലും നമ്മൾ കണ്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ ഒരു പടം വന്നു പോയതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. എന്താ ഒരു അന്വേഷണത്തിന്റെ എന്തുണ്ടോ? ബാക്കി കേക്ക്. അങ്ങനത്തെ സിനിമ ചെയ്തുമില്ല സാറ്. ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് ഒരു 100-120. ഏറ്റവും കുറഞ്ഞത് 3 കോടിയിൽ എത്ര പേര് സിനിമ കാണുന്നവരുണ്ട്? ഒരു 40%. 40 ലാക്സോ? അല്ല, 40%. അപ്പോൾ 1 കോടി 20 ലക്ഷം പേര് സിനിമ കാണുമോ? ശരിയാണ്. 100 രൂപ മുടക്കുന്ന ഒരു ടിക്കറ്റിൽ 27 രൂപ സർക്കാരിന്റെ ഇതിന് പോകും. ബാക്കി കിട്ടുന്ന 73 രൂപയിൽ 60-40 ആദ്യത്തെ ആഴ്ച. 60% ഡിസ്ട്രിബ്യൂട്ടർക്കും 40% തിയേറ്ററുകാരും. രണ്ടാമത്തെ ആഴ്ച 50% മൂന്നാമത്തെ ആഴ്ച പടം മോശമായ തിയേറ്ററുകാർക്ക് 60%. അപ്പോൾ ഒരു ആവറേജ് വരുന്നത് ഒരു 50% എന്ന് വെച്ചു. 100-ൽ ഒരു 37 രൂപയായിരിക്കും, അല്ലെങ്കിൽ 40 രൂപയായിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റിൽ. എത്ര പേര് സിനിമ?
അല്ല അപ്പൊ 100 കോടി കേറില്ല ഇപ്പൊ കഴിഞ്ഞ കണക്കൊക്കെ വെച്ച് നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? 100 കോടി 100, ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കറിയുന്നത്, എനിക്ക് ഇപ്പൊ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടന് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ ഇച്ചിരി ഒരു പൊടിക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം ചേട്ടാ. കാരണം വേറൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഉണ്ണിമുകുന്ദന്റെ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഈ ഒരു 100 കോടി ക്ലബിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിമുകുന്ദന്റെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പുറത്തു വിട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ, അതിനകത്ത് വ്യക്തമായിട്ടൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. 100 കളക്ഷൻ വേൾഡ് വൈഡ്, 100 കോർ കളക്ഷൻ വേൾഡ് വൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ കളക്ഷൻ അല്ല ചേട്ടാ. വേൾഡ് വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടത്ത് നിന്നും കിട്ടിയിരിക്കുന്നത് 100 കോടി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ കണക്കും എടുത്ത് 100 രൂപ ടിക്കറ്റിന്റെ കണക്കും എടുത്ത് എന്താണോ താൻ കാണിക്കുന്നത്? താൻ എന്ത് പ്രൊഡ്യൂസറാ താൻ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ചേട്ടൻ എന്ത് പ്രൊഡ്യൂസറാ? 100 കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അത് വേൾഡ് വൈഡ് കളക്ഷൻ ആണ് മനുഷ്യ. താങ്കൾ ആദ്യമേ അതൊന്നും മനസ്സിലാക്കൂ. താങ്കൾക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് താങ്കൾ ഇത്രയും സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടും സംവിധാനം ചെയ്തിട്ടും ഒന്നും ടച്ച് പിടിക്കാത്തത്. മനസ്സിലായില്ലേ? ആദ്യമേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ കൊള്ളാം. പിന്നെ ചേട്ടൻ ഇവിടുത്തെ ടിക്കറ്റിന്റെ കളക്ഷനും ആളുകളുടെ മറ്റേ എത്രയാണ് 40% ആളുകൾ കാണുന്നു, അതിനകത്ത് ഇത്ര ശതമാനം മറ്റേത്, ഇത്ര ശതമാനം മറ്റേത് സർക്കാരിന് കൊടുക്കുന്നു, ഇതൊക്കെ ചേട്ടൻ ഒരുപാട് മനസ്സിലാക്കി പറയുന്നുണ്ട്. ആ ചേട്ടനോട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ 100 രൂപ കൂടിയിരിക്കുന്ന ആങ്കർ കുട്ടനോടും കൂടെയാണ്. അവൻ പിന്നെ എന്താണോ അവന് ഈ പൊട്ടനെ പോലെ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരോടും കൂടെ, പ്രത്യേകിച്ച് ഈ ചേട്ടനോട്, പ്രൊഡ്യൂസറൊക്കെ ആയി പേരെടുത്ത വലിയ കലാകാരനോട് ഞാനൊരു കാര്യം പറയാം. ചേട്ടാ, ലൈക്ക് ഇവിടെ 100 രൂപ ടിക്കറ്റ് മാത്രമല്ല ഉള്ളത്, മനസ്സിലായില്ലേ? 150 ടിക്കറ്റ് ഉണ്ട്, 250 ടിക്കറ്റ് ഉണ്ട്, 400 600 വരെ ടിക്കറ്റ് ഉണ്ട് കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ തന്നെ. മനസ്സിലായില്ലേ? ഇത് ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഡബിൾ ആണ് വരുന്നത്. മനസ്സിലായോ? ഒരു ടിക്കറ്റിന് തന്നെ വരും എങ്ങനെ പോയാലും ഏറ്റവും എനിക്ക് തോന്നുന്നു 30 ദിറം എന്ന് പറയുമ്പോൾ ഏകദേശം 600 രൂപ. ഏറ്റവും ചെറിയ ടിക്കറ്റിന് ദുബായിലൊക്കെ 600 രൂപ 700 രൂപ വരും. അതിന്റെയൊക്കെ മേപ്പോട്ടാണ്. പിന്നെ 55 ഉണ്ട്, 100 ഉണ്ട്, 2000 രൂപയുടെ ടിക്കറ്റ് ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 രൂപയുടെ ടിക്കറ്റ് ഒക്കെ അവിടെ വിറ്റ് പോകും. ഇത് യൂറോപ്യൻ കൺട്രിലോസ് പോവുകയാണെങ്കിൽ അതിന്റെ ഡബിൾ ഇരട്ടിയായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 100 അത്യാവശ്യം ഒന്ന് ഓടിക്കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല രീതിയിൽ ഹൗസ്ഫുൾ ഒക്കെ ആയിട്ട്, ഞാൻ ഇന്നും നോക്കി പടത്തിൽ എറണാകുളത്തൊക്കെ അത്യാവശ്യം ഹൗസ്ഫുൾ ആണ് പടം ഇപ്പോഴും മാർക്കോ. ആ ഒരു രീതിയിലാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. 100 അല്ലടി, അതിന്റെയൊക്കെ അപ്പുറം കഴിഞ്ഞ് കാണും. അവര് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എത്രയാണെന്ന് പുറത്ത് വിടാത്തതാ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ മണ്ടത്തരം വന്നിരുന്നിട്ട് പറയരുത് എന്റെ പൊന്ന് പ്രൊഡ്യൂസർ ചേട്ടാ. ബാക്കി 1 കോടി ജനം കണ്ടാൽ 40 കോടി ആളുകളിലെ 40 കോടി രൂപയല്ലേ വരത്തുള്ളൂ. ഇപ്പൊ 40 രൂപ ആൾ 1 കോടി ആൾ 1 കോടി ആളുകൾ സിനിമ കാണുന്നുണ്ടോ മലയാളത്തിൽ? ഇത് എന്താണ് ഈ 100 കോടി? നോക്കൂ, ഒരു സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പൊ നടക്കണമെങ്കിൽ 25 കോടി 30 കോടി. ഈ കോടി 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 എന്ന് പറഞ്ഞിട്ട് ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയല്ല, എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യം. കില്ല ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യം എന്താ? എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട്. അനിമൽ കണ്ട ശേഷം കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ ഭ്രാന്തായി പോയത്. കാര്യം എനിക്ക് അത്രയൊന്നും കാണാനുള്ള, എനിക്കത്ര കഴിവില്ല, കാണാനുള്ള കഴിവില്ല, അത്രേ ഉള്ളൂ. അത് ഇനി എത്ര 100 കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാൽ മതി. അങ്ങനെ 100 കോടി ഒന്നും കയറുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ചേട്ടന്റെ സിനിമയൊന്നും ഇവിടെ ഓടാത്തത്, തിയേറ്ററുകാരെ എടുക്കുകയും ചെയ്യാത്തത്, നാട്ടുകാർ കാണാനും ചെല്ലാത്തത്. വേറൊന്നും കൊണ്ടല്ല. ചേട്ടൻ ഇഷ്ടപ്പെടുന്ന പടങ്ങൾ ചേട്ടൻ ഇവിടെ ഇറക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന അന്ധകാലത്തെ സിനിമകളൊന്നും ഇന്ന് വർക്കൗട്ട് ആവത്തില്ല ചേട്ടാ. ഇന്നത്തെ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കണം എന്ന് വെച്ചിട്ട് വയലൻസ് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും അല്ല. ഇവിടെ നല്ല കഥയുള്ള സിനിമകൾ വന്നാലും ജനങ്ങൾ പോയി കാണും ചേട്ടാ. അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോമഡി, അല്ലെങ്കിൽ അത്യാവശ്യം എന്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരു സാധനം ഉണ്ടോ, ഒരു 2 മണിക്കൂർ ജനങ്ങൾ പോകും തിയേറ്ററിൽ പടം കാണാനായിട്ട്. മനസ്സിലായില്ലേ? അല്ലാതെ വന്നിരുന്നിട്ട് മറ്റേ ചേട്ടന് മാർക്കോ ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് മറ്റേ പടത്തിനെ മൊത്തത്തിൽ ആട്ടി തുപ്പാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ജനങ്ങൾ എന്താ പൊട്ടന്മാരോ? ഈ പോയി പടം കണ്ടവരെല്ലാം മണ്ടന്മാരോ ചേട്ടാ? ചേട്ടൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ ബുദ്ധിമാൻ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇങ്ങനത്തെ അപരാധമൊക്കെ വന്നിരുന്ന് പറഞ്ഞ് മറ്റേ മനസ്സിനകത്തെ ആ ദുഷിപ്പാണ് സ്വന്തം പടത്തിനെ ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പടം ഒന്നും ഓടാത്ത ചേട്ടനെ ഒരു പരിധി കൂടുതൽ എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല.
പിന്നെ പോയി തപ്പി ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് ഇത് ഈ ടീമാണെന്ന് മനസ്സിലാക്കിയെടുത്തത്. എന്നിട്ട് ഇയാളുടെ പടമൊക്കെ ഞാൻ പോയി തപ്പിയപ്പോഴാണ് ഡ്രീംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലേ എന്ന് എനിക്ക് തോന്നിയത്. അല്ലാതൊന്നും അറിഞ്ഞൂടാ ചേട്ടാ. അതുമേ ഈ മനസ്സിനകത്ത് ഈ ദുഷിപ്പ്, ഈ ഒരു ഈഗോ, ചേട്ടൻ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു ഈഗോ. അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ദൈവത്തെ ഓർത്ത് ഈ ഒരു 100 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ചേട്ടൻ ചിലപ്പോൾ ചെയ്ത പടത്തിനൊന്നും ഇത്ര എമൗണ്ട് ഒന്നും 1 കോടി രൂപ പോലും എന്തിന് 50 ലക്ഷത്തിനകത്തൊക്കെ ചിലപ്പോൾ തീർന്നു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചേട്ടന് ചിലപ്പോൾ ഈ കോടികൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ചൊറിച്ചില്. പിന്നെ 25 കോടി അതൊക്കെ വെറുതെയാണ് 25 കോടി മുടക്കിയെടുക്കുന്ന പടം എന്നൊക്കെ പറയുന്നത്. ചേട്ടാ ഇവിടെ ബാക്കി എടുക്കുന്ന പടമൊക്കെ എടുത്തവരൊക്കെ എന്താ പൊട്ടന്മാരാ? ഈ ബാഹുബലിയും RRറും അല്ലെങ്കിൽ മലയാളത്തിന്റെ മിന്നൽ മുരളിയും ഇവരൊക്കെ എടുത്തവരൊക്കെ എന്താ പൊട്ടന്മാരാണോ ചേട്ടാ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ചേട്ടൻ മാത്രമേ ഉള്ളോ ഇവിടെ ദ ടോപ്പ്? എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഓരോ അപരാധം ഓരോ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും എനിക്കിന്ന് വേറൊരാൾ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. നമ്മുടെ ആസിഫ് അലി ഈ ഒരു ഉണ്ണിമൂന്നന്റെ ഈ ഒരു മാർക്കോയെ പറ്റി സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന ഒരു കുഞ്ഞു ബൈറ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ജസ്റ്റ് അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മാർക്ക് കൊണ്ടായിരുന്നോ? ആ മാർക്ക് കണ്ടു. അതിഗംഭീരം. എനിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്നതും ഒക്കെ. കാര്യം ആ തിയേറ്ററിൽ നമ്മൾ ആകെ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിനെ മാത്രമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം. വിളിച്ചിരുന്നോ? പിന്നെ മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ വിളിച്ചില്ല. എനിക്ക് ഉണ്ണി ഞാനുമായിട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഐ ലവ് മീ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പൊ അന്ന് മുതലേ ഞാൻ പറയും ഇവന് ഉണ്ണി എന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റൂല, അത്രയ്ക്ക് പാവമാണ് ഉണ്ണി. പക്ഷേ ഇവന്റെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ്. പിന്നെ വേറെ ഒരു ദുശീലവും ഇല്ല. ബോഡിയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയിടുന്ന എഫേർട്ട് അത്രയാണ്. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് മാർക്കോ പോലൊരു സിനിമ ഉണ്ണിക്ക് ടൈലർ മെയ്ഡ് ആയിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നല്ല നടൻ, അതിലുമുപരി ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി നല്ല അനുഭവങ്ങളാണ് ആ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമയും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ പറ്റിയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിം ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ 2 ആക്ടേഴ്സ്, അതിൽ ഒരു ആക്ടർ മറ്റൊരാളെ നല്ല രീതിയിലാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ചില ചേട്ടന്മാരുടെ ഈ ഈഗോ പരിപാടികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ണിമൂന്നന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഞാനും പറയാലോ, നല്ലൊരു നടനായിട്ട് വരട്ടെ അദ്ദേഹം, നല്ലൊരു നടനായിട്ട് തന്നെ മാറട്ടെ. എനിക്ക് പേഴ്സണലി ഒരു ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഉണ്ണിമൂന്നൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം എടുക്കുന്ന കഷ്ടപ്പാട്, പുള്ളി എടുക്കുന്ന എഫേർട്ടൊക്കെ, അതിന് പുള്ളിയുടെ പടങ്ങൾ ഓടണം ഇവിടെ. അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പുള്ളിയുടെ എഫേർട്ട് സമ്മതിക്കണം. പുള്ളിയുടെ ഒരു ഫൈറ്റ് സീൻ, ഇപ്പം ഈ ആസിക പറയുന്ന കണക്ക് തന്നെ പുള്ളി ഒരു ഫൈറ്റ് സീനിലൊക്കെ എടുക്കുന്ന എഫേർട്ട് ഒക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്രയും കഷ്ടപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്ന് സിനിമയൊക്കെ ചെയ്തു വരുമ്പം അയാളുടെ സിനിമ വിജയിക്കണം, അങ്ങനെ തന്നെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ. അല്ലാതെ ആ സിനിമ നശിച്ചു പോകണം, അല്ലെങ്കിൽ അത് 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് അത്ര നല്ല പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ആ ചേട്ടനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എഴുതിയിടുക, വളരെ മാന്യമായിട്ട് കേട്ടോ. ആവശ്യമില്ല തെറിയൊന്നും പറയാൻ പോകണ്ടത്, എന്തിനാ വെറുതെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.